ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ബോമ ഫ്രഷ്. സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഒഴിച്ചുകറിയാണ് സാമ്പാർ. തഞ്ചാവൂർ ഭരിച്ചിരുന്ന ഒരു മറാത്ത രാജാവ് ബന്ധുവായിരുന്ന സാമ്പാജിക്ക് നൽകിയ വിരുന്നിലാണ് സാമ്പാറിൻ്റെ ഉദ്ഭവം എന്നാണ് പൊതുവെ പ്രചാരത്തിലുള്ള ഒരു കഥ. അപ്പോൾ ഇന്ന് നമുക്ക് തയ്യാറാക്കാം സദ്യ സ്പെഷ്യൽ വറുത്തരച്ച സാമ്പാർ. സാമ്പാർ ഉണ്ടാക്കുന്നതിനായി ആദ്യം കുറച്ച് ചേരുവകളൊന്ന് വറുത്തരച്ചെടുക്കാം. ഇതിനായി 4 ചെറിയ പീസ് കട്ടക്കായമാണിത്. പൊടി ചേർക്കുന്നതിനേക്കാൾ സാമ്പാറിൽ കട്ടക്കായം ചേർക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി വേണ്ടത് 1 ടീസ്പൂൺ ഉഴുന്ന്, 1 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ്, 6-7 വറ്റൽമുളക്, 1/3 കപ്പ് മുഴുവൻ മല്ലിയാണിത്, 3 തണ്ട് കറിവേപ്പില, 1/2 കപ്പ് തേങ്ങ ചിരകിയത്. ഇനി ഈ 2 കാര്യങ്ങൾ മാത്രം സെപ്പറേറ്റ് വറുത്ത് ആദ്യം മാറ്റി വെക്കണം. നേരത്തെ പറഞ്ഞ ഐറ്റംസിൻ്റെ ഒപ്പം ചേർത്ത് വറുത്താൽ ഇത് കരിഞ്ഞു പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഒന്ന് നോക്കാം. കഷ്ണങ്ങളെല്ലാം തന്നെ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ നുറുക്കിയെടുക്കുക. 75 ഗ്രാം കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്. വെള്ളരിക്കയാണെങ്കിലും ഇതിൽ ചേർക്കാവുന്നതാണ്. ക്യൂബ്സായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള 1 തക്കാളി, 1 മുരിങ്ങക്കായ, പിന്നെ ഇത് 6 വെണ്ടയ്ക്ക വിരലിൻ്റെ വലുപ്പത്തിൽ കട്ട് ചെയ്തതാണ്. 75 ഗ്രാം മത്തങ്ങ, പിന്നെ ഇത് ക്യൂബ്സായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു വലിയ ഉരുളക്കിഴങ്ങാണ്. പിന്നെ വേണ്ടത് 1 നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ്. ഇത് അല്പം വെള്ളത്തിലിട്ട് വെക്കണം. ഇനി ഇത് 1/4 കപ്പ് തുവരപ്പരിപ്പ്, 1 നുള്ളു മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചെടുത്തതാണ്. അതുപോലെ തന്നെ വെണ്ടയ്ക്ക അതിൻ്റെ വഴുവഴുപ്പ് മാറുന്നതിനായി അല്പം വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റി മാറ്റി വെക്കണം. ഒരു ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ആദ്യം ഇതുപോലെ ജീരകവും ഉലുവയും വറുത്ത് മാറ്റിയ ശേഷം ബാക്കിയുള്ള എണ്ണയിലേക്ക് കായത്തിൻ്റെ പീസസ് പൊരിച്ച് കോരി മാറ്റി വയ്ക്കുക. ഇനി ഇതിലേക്ക് ഉഴുന്നും തുവരപ്പരിപ്പും ചേർത്ത് വഴറ്റി ഒന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയ ശേഷം മുഴുവൻ മല്ലി ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. മല്ലി മൂത്ത് നല്ല വാസന വരുമ്പോൾ ഇതിലേക്ക് വറ്റൽമുളക്, കറിവേപ്പില, തേങ്ങ എന്നിവ ചേർത്ത് കരിഞ്ഞു പോകാതെ ഇളക്കി കൊടുത്ത് നല്ല ബ്രൗൺ കളറിലാക്കിയെടുക്കുക. ഇനി ഇത് കൂളായ ശേഷം വെള്ളം തൊടാതെ മിക്സിയിൽ അരച്ചെടുക്കണം. ഇനി ഒരു മൺചട്ടിയിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും മത്തങ്ങയും നികക്കെ വെള്ളമൊഴിച്ച ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 പച്ചമുളകും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിളക്കി തിള വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് കുമ്പളങ്ങയും തക്കാളിയും കട്ടിയിൽ പിഴിഞ്ഞ പുളിവെള്ളവും വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം 2 മിനിറ്റ് മൂടി വയ്ക്കുക. എന്നിട്ട് ഇതൊന്ന് ചെറുതീയിൽ വേവിച്ചെടുക്കുക. രണ്ട് മിനിറ്റിന് ശേഷം ഇതിലേക്ക് മഷി പോലെ അരച്ചെടുത്ത വറുത്തരപ്പും മിക്സി കഴുകിയ 2 കപ്പ് വെള്ളവും ഇനി മുറിച്ച് വെച്ചിട്ടുള്ള മുരിങ്ങക്കായും കൂടെ ഈ സമയം ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഈ സമയം ആവശ്യത്തിനുള്ള ഉപ്പും എല്ലാം ബാലൻസ് ചെയ്യുന്നതിനായിട്ട് ഒരു കുഞ്ഞു പീസ് ശർക്കര കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. താല്പര്യമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം ചേർത്ത് ഒന്നുകൂടെ ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത ശേഷം മൂടി വെച്ച് കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വേവിച്ചെടുക്കുക. ഇനി അവസാനമായി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പച്ചക്കറി വഴറ്റിയെടുത്ത വെണ്ടയ്ക്കയാണ്. അതും കൂടെ ചേർത്ത് 2-3 മിനിറ്റ് വരെ ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ കണ്ടോ, കഷ്ണങ്ങളെല്ലാം കറക്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. ഓവറായി വേവിച്ച കഷ്ണങ്ങൾ ഒട്ടും തന്നെ കുഴഞ്ഞു പോകരുത് കേട്ടോ. ഇനി ഇതിലേക്ക് തീ ഓഫ് ചെയ്ത ശേഷം നമുക്ക് വറവിട്ട് കൊടുക്കാം. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പൊട്ടി വരുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവയും 2-3 തണ്ട് കറിവേപ്പിലയും 4 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം സാമ്പാറിന് മുകളിലേക്ക് ഒഴിച്ച് ഇത് നന്നായി ഇളക്കി ചേർക്കുക. അങ്ങനെ അല്പം കുറുകിയതും നല്ല വാസനയുമുള്ള സദ്യ സ്പെഷ്യൽ വറുത്തരച്ച സാമ്പാർ ഇവിടെ റെഡിയാണ്. ഇത് ചോറിനൊപ്പം അത്യുഗ്രം കോമ്പിനേഷൻ തന്നെയായിരിക്കും കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് തീർച്ചയായും അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.